എടോ ഞങ്ങൾക്ക് ഈ താല്പര്യമില്ല. ഒന്ന് കാണുന്നതിനെന്താ പ്ലീസ് ഒന്ന് ജസ്റ്റ്. അപ്പൊ നമുക്ക് നോക്കാല്ലേ? സാരെന്താ ഇവിടെ വരുന്ന വിവരത്തിന് കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ മുങ്ങിയനല്ലോ. ബോംബിന്റെ കഥ പറഞ്ഞ് വരട്ടി ഓടിക്കുന്ന പോലെ എന്നെ തുരത്താൻ നോക്കണ്ട. സാർ, CPI സംസ്ഥാന കൗൺസിൽ തന്നെ ഉയർന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ താൻ പറഞ്ഞതെല്ലാം ഇപ്പൊ അവസാനം പറഞ്ഞത് ഉൾപ്പെടെ ഇതിൽ പതിഞ്ഞിട്ടുണ്ട്. കേൾക്ക, അവിടെ ദൂർത്തിന് കുറവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചെലവിടുന്നതിനെ കുറിച്ചാ. കിട്ടുന്നത് മുഴുവൻ ധൂർത്തടിച്ച് ചെലവാക്കും. നീ എന്താ അസംബന്ധം ഈ പറയുന്നത്? പ്രതിപക്ഷങ്ങൾ ദയവായി നിശബ്ദത പാലിക്കണം. നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പും. ആൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ മറന്നു പോകുന്നു, മറക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനും ഒക്കെ കോടികൾ ചെലവിടുന്നു എന്ന് ശ്രീ VP ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു. അത് നീ അറിയേണ്ട കാര്യമില്ല. അക്ഷരം കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഈ ഉണ്ണാക്കൻ നായരെ രക്ഷിക്കാൻ വേണ്ടിയല്ലയോ ഈ എച്ചിക്കുട്ടി ഭരണിയെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. സാർ, കേരളീയത്തിനും 10 കോടി, സപ്ലൈകോയുടെ നവീകരണത്തിനും 10 കോടി. പകുതി എനിക്കും തരണം. 50-50. ഓക്കെ, 50-50. കരാറുകാരുടെ കുടിശ്ശിക സാർ 792 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനാണ്. പഴയ കുടിശ്ശിക ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞേ തരുള്ളൂ. ഇപ്പൊ തരാൻ ഞാൻ പിന്നെ തരാം. പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ ഗോപി വാക്ക് പറഞ്ഞ ഗോപിയാ. സാർ, ഞാൻ ഒരു കാര്യം വിനീതമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ അകത്താക്കാനാണ് പ്ലാൻ. പന്നി ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോകുന്നു, ഐശ്വര്യമായിട്ട് കേറിക്കോ. അവിടെ ഈ സാധനങ്ങളെല്ലാം തിരിച്ചു വരുന്നു. അരി വാങ്ങാൻ പോയതല്ലേ? ഒന്നും കിട്ടിയില്ല. സാർ, ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു നിർത്തണം. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഇവിടെ ആകെ വിലക്കുറവുണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. ബാക്കി എല്ലാത്തിനും വിലക്കയറ്റമാണ്. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.